നമസ്കാരം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചാണ് അല്ലേ? ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ ഈ ക്ലാസ്സിൽ അപ്പം ഞാൻ പറഞ്ഞു അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ട ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ്. ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് കാണുക, കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? എന്താണ്, ഒരു ടെലഗ്രാം ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ എന്ന് വെച്ചാൽ ഒരു ടെലഗ്രാം ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ടെലഗ്രാം നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. അത് കഴിഞ്ഞ് ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കാണും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്യാം? ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതല്ല, ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ലിങ്കാണ്. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് വരുന്നവർ +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നവർ മാത്രമായിരിക്കണം. മറ്റാരും തന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരരുത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക, അതേപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് പല മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും, മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും, അതേപോലെ ചാപ്റ്റർ വൈസ് ഇതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ ബാക്കിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ചാനലിലൂടെ ചിലപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ മറ്റ് ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ ചാനലിലൂടെയാണ് നൽകുന്നത്. ഇവിടെ ഈ യൂട്യൂബിലൂടെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ പോകും. എല്ലാ ചാപ്റ്ററുകളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ് ഓരോ ആഴ്ച 1, 2, 3 ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്ലാസ്സിനോടനുബന്ധമായിട്ടുള്ള മറ്റ് വർക്കുകൾ നമ്മളെപ്പോഴും ആ ചാനലിലൂടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും +1 കൊമേഴ്സുകാരാണ് കാണുന്നതെങ്കിൽ, +1 കൊമേഴ്സ് പഠിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മാത്രമേ ഈ താഴത്തെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ കയറി വരാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേറെ ലിങ്ക് ഉണ്ട്. അത് അവരോട് ആ ക്ലാസ്സുകാരുടെ വീഡിയോയുടെ താഴെ ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിടത്തേക്ക് പോകാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച് പറഞ്ഞു നിർത്തി കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ഓക്കെ, സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾ കണ്ടിട്ടുള്ള പടങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? ഒരു മോണിറ്റർ കാണുന്നുണ്ട്, അതേപോലെ ഒരു പ്രൊജക്ടർ കാണുന്നുണ്ട്, ഒരു പ്രിന്റർ കാണുന്നുണ്ട്. 2 ടൈപ്പ് പ്രിന്റർ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് അല്ലേ? ഔട്ട്പുട്ട് ഡിവൈസിന്റെ റോൾ എന്തായിരുന്നു? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻസ് തിരിച്ചൊരു കമ്പ്യൂട്ടർ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻസ് തിരിച്ചു നൽകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് നോക്കി, 2 ടൈപ്പ് ഔട്ട്പുട്ടുകളാണുള്ളത്. ഒന്ന് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്, മറ്റൊന്ന് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. ചിലപ്പോൾ ചോദിക്കും, വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട്പുട്ട് ജനറേറ്റഡ് ബൈ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ പ്രധാനമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടുകൾ 2 ടൈപ്പാണ്. ഒന്ന് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്, മറ്റൊന്ന് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ പ്രിന്റ് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് നമ്മളൊരു പേപ്പറിലേക്കൊക്കെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രിന്ററൊക്കെ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടുകളെയാണ് നമ്മൾ ഹാർഡ് കോപ്പി. കാര്യം ഇത് ഉപയോഗിക്കണമെങ്കിൽ വിച്ച് ക്യാൻ യൂസ് അറ്റ് എ ലേറ്റർ ഡേറ്റ് ഓർ വെൻ റിക്വയർഡ്. എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് അപ്പം നമുക്ക് ഈ ഔട്ട്പുട്ട് എടുത്ത് ഉപയോഗിക്കാം. നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായം വേണ്ട. കാര്യം പ്രിന്റ് ചെയ്തെടുത്ത പേപ്പറുകൾ ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് കമ്പ്യൂട്ടർ സഹായം വേണ്ട. ആ പേപ്പർ വായിക്കാൻ നമുക്ക് ഒന്നിന്റെ സഹായം ആവശ്യമില്ല. അങ്ങനത്തെ ഡിവൈസുകളെയാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. പ്രിന്റർ, പ്ലോട്ടർ. പ്രിന്റർ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പ്ലോട്ടർ കേട്ടിട്ടില്ലായിരിക്കും. നമുക്ക് കാണാം, ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ മോണിറ്ററിൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ കാണുന്ന ഔട്ട്പുട്ടുകൾ, മോണിറ്ററിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്ന ഔട്ട്പുട്ടുകൾ, ആ ഔട്ട്പുട്ടുകളെയാണ് നമ്മൾ എന്താ പറയുക, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ? അത് വീണ്ടും കാണണമെങ്കിൽ നമുക്ക് വീണ്ടും മോണിറ്ററിന്റെ സഹായത്തോടു കൂടിയൊക്കെ തന്നെ കാണാൻ പറ്റില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോഴൊന്നും നമുക്കത് കാണാൻ പറ്റത്തില്ല, കുറച്ച് നേരത്തേക്ക് മാത്രം. അപ്പോൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകളിലൂടെ കാണിക്കുന്ന ഔട്ട്പുട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് വെച്ചാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഞാൻ പറഞ്ഞ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദാറ്റ് വിഷ്വലി കൺവേസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ ഇൻഫർമേഷൻ. നമ്മൾ കാണുന്ന ടെക്സ്റ്റുകൾ, ഗ്രാഫിക്സുകളൊക്കെ വിഷ്വലി ഒരു സ്ക്രീനിനകത്ത് എന്ത് ചെയ്യുക, കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ്. സ്ക്രീനിലൂടെ കാണിച്ചു തരുന്ന ഔട്ട്പുട്ട് ഡിവൈസ്, അതാണ് എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ആ 5 വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? കാഥോഡ് റേ ട്യൂബ്, അതിന്റെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. CRT മോണിറ്റർ അല്ലെങ്കിൽ കാഥോഡ് റേ ട്യൂബ് യൂണിറ്റ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ LCD മോണിറ്റർ, തിൻ ഫിലിം ട്രാൻസിസ്റ്റേഴ്സ് TFT മോണിറ്റർ, അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന മോഡൽ, ഗ്യാസ് പ്ലാസ്മ മോണിറ്റർ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് ആ പറഞ്ഞിരിക്കുന്നത്.
ഇതുണ്ടോ പഴയ കാലത്തെ കമ്പ്യൂട്ടറുകൾ ഇപ്പൊ അങ്ങനെ കാണാറില്ല. ഇപ്പൊ ഇതൊക്കെ എല്ലാവരും എടുത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞു. കാഥോഡ് റേ ട്യൂബ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മോണിറ്ററാണ്. വളരെ ബൾക്കി ആയിട്ടുള്ള വലിയ സൈസിലുള്ള ഒരു മോണിറ്ററാണ്. ഭയങ്കര വെയിറ്റ് ആണ്. അതിൽ പവർ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു മോണിറ്ററാണ്. ഗ്ലെയർ ഒക്കെ ഉണ്ട്, കണ്ണൊക്കെ ചീത്തയാവും ഇതിന് മുമ്പിൽ ഇരുന്ന് കുറെ വർക്ക് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ പഴയ TV ഒക്കെ പോലെ ഇരിക്കുന്ന വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു മോണിറ്ററാണ്. ഇതാണ് CRT മോണിറ്റർ. അതിന്റെ കാഥോഡിനെ പേര് കിട്ടാൻ കാര്യം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് പറയുന്ന പേര് കിട്ടാൻ. ഇത് രണ്ട് ടൈപ്പാണ്, മോണോക്രോം കളർ. കാരണം പണ്ട് കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ TV അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ മോണിറ്ററും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ ഉണ്ടായിരുന്നു, കളർ മോണിറ്റർ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ല, ഗ്രേ കളറൊക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സ് ആണ് ഇപ്പോൾ എല്ലാവർക്കും കാണുന്നത്. ഡെസ്ക്ടോപ്പുകളുടെ എല്ലാം മുമ്പിലിരിക്കും ഫ്ലാറ്റ് പാനൽ LED മോണിറ്റേഴ്സ് ഒക്കെ ഈ കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഫ്ലാറ്റ് പാനലിനകത്ത് വരുന്നതാണ് LED, LCD അല്ലെ, പ്ലാസ്മ മോണിറ്റർ, അതേപോലെ OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള LED ഒരു പുതിയ ഒരു വകഭേദമാണ് ഈ OLED എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓർഗാനിക് LED എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് എന്താണ്, ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ അല്ലെ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, ഇലക്ട്രിസിറ്റി ഒക്കെ വളരെ കുറച്ച് യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ CRT വളരെ വെയിറ്റ് ആയിരുന്നു, കറണ്ട് കൂടുതൽ കൺസ്യൂം ചെയ്യായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ വെയിറ്റ് കുറഞ്ഞ എന്താണ്, ഇത് മിക്കവാറും ലാപ്ടോപ്പിന്റെ സ്ക്രീനൊക്കെ ഫ്ലാറ്റ് പാനൽ ഇത് വരുന്നതാണ്. ഫ്ലാറ്റ് പാനൽ മോണിറ്ററിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ലാപ്ടോപ്പുകളുടെ സ്ക്രീനും ഒക്കെ ഈ LED സ്ക്രീനുകളൊക്കെയാണ്. അപ്പം ഇത് താഴെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. LCD, LED, പ്ലാസ്മ, OLED എന്നൊക്കെ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി LCD പ്രൊജക്ടറുകളെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ട് ക്ലാസ്സുകളിൽ അല്ലെ, ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പ്രൊജക്ടർ. അത് തന്നെയാണ് പ്രൊജക്ടർ അല്ലെ. LCD പ്രൊജക്ടർ ഇസ് എ ടൈപ്പ് ഓഫ് വീഡിയോ പ്രൊജക്ടർ for displaying video, image or computer data on a large screen or flat surface. ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് കാണണമെങ്കിൽ മോണിറ്ററൊക്കെ വളരെ ചെറിയൊരു സ്ക്രീൻ അല്ലേ, വലിയ സ്ക്രീനിൽ ഒരു ഭിത്തിയുടെ അത്രയും വലുപ്പത്തിൽ നമുക്ക് ഡേറ്റ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഇമേജുകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ക്ലാസ് മുറികളിലെല്ലാം ഇപ്പോൾ ഉണ്ട്, സ്കൂളുകളിലെ എല്ലാ ക്ലാസ് മുറികളിലും ഉണ്ട്. അപ്പോൾ ഈ പ്രൊജക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറിൽ നിന്നല്ലേ ഈ വീഡിയോ വരുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിങ്ങൾ കണക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ, ഒരു ലാപ്ടോപ്പിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡേറ്റയും ഇൻഫർമേഷനും ഇമേജുകളും ഒക്കെയാണ് ആ ഭിത്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ സ്ക്രീനിലേക്ക് എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് LCD പ്രൊജക്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ മുന്നേ പറഞ്ഞ എല്ലാ ഡിവൈസുകളും, മുന്നേ പറഞ്ഞ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ മുന്നേ പറഞ്ഞ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. ഇത് നമുക്ക് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്ററുകൾ. പ്രിന്ററുകൾ പല ടൈപ്പാണ്. പ്രിന്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. ഉണ്ടോ ആദ്യത്തെ സെന്റൻസ് തന്നെ. അപ്പൊ പല ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് ഇതിനെ തരംതിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കിയാൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും ഇമ്പാക്ട് പ്രിന്റർ എന്നും, ഇമ്പാക്ട് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നും പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ ഇമ്പാക്ട് പ്രിന്റർ എന്ന് വെച്ചാൽ യൂസ് ദ ടൈപ്പ് റൈറ്റിംഗ് ഓർ പ്രിന്റിംഗ് മെക്കാനിസം വേർ ഹാമർ സ്ട്രൈക്സ് ദ പേപ്പർ ത്രൂ എ റിബൺ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. ഒന്നുമില്ല, ഒരു റിബൺ ഉണ്ടാവും നടുക്ക്, ഒരു ഇങ്ക് മുക്കി വെച്ചിരിക്കുന്ന റിബൺ ഉണ്ടാവും. ആ റിബണിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുണ്ടാവും ഒരു പേപ്പർ ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ ഹാമർ ഉണ്ടാവും. ഹാമർ എന്ന് വെച്ചാൽ വന്ന് അടിക്കുന്ന ഓരോ ലെറ്ററുകളും വന്ന് അടിക്കാൻ അതിനകത്ത് ലെറ്ററുകളുണ്ട്. അപ്പൊ എന്താ ചെയ്യുക, ഈ റിബണിൽ വന്ന് പതിക്കുകയും ആ റിബൺ ആ ഒരു ആഘാതത്തിൽ പോയി പേപ്പറിൽ പോയി ആ റിബണിന്റെ ആ ഭാഗം പോയി പതിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു ഇങ്ങനെ അടിച്ച് പതിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്യുന്നതാണ് എന്താ ഇമ്പാക്ട് പ്രിന്ററുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡയറക്റ്റ് ഹെഡ് പോയി റിബണിൽ അടിക്കുകയും റിബണിന്റെ അപ്പുറത്തിരിക്കുന്ന പേപ്പറിൽ പോയി ആ അക്ഷരം പതിയുകയും ചെയ്യുന്ന അങ്ങനെ പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററുകളുണ്ട്. അതായത് പേപ്പറും ആ പ്രിന്റ് ഹെഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും, എങ്കിൽ മാത്രമേ പ്രിന്റ് ഉണ്ടാകത്തുള്ളൂ. അങ്ങനത്തെ പ്രിന്ററുകളാണ് ഇമ്പാക്ട് പ്രിന്റർ എന്നത്. എന്നാൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ അങ്ങനെയല്ല, കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും ഈ പ്രിന്റ് ഹെഡ്, എന്നിട്ട് സ്പ്രേ ചെയ്യുകയായിരിക്കും ചിലപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ദൂരെ പേപ്പറുമായിട്ട് പോയി ഡയറക്റ്റ് കോൺടാക്ട് ഒന്നുമില്ല, പേപ്പറിൽ പോയി അടിച്ച് പതിപ്പിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ദൂരെ നിന്നുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ക് ചൂടാക്കി പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ പ്രിന്റ് ചെയ്യുന്നതാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് അല്ലെ. ഇമ്പാക്ട് പ്രിന്റർ ഉദാഹരണം കണ്ടോ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഒന്ന് ഓർത്ത് നോക്കുന്ന വളരെ നല്ലതാണ്. നോൺ ഇമ്പാക്ട് പ്രിന്റർ ഉദാഹരണം ഏതാ, ഇങ്ക്ജെറ്റ്, ലേസർ, തെർമൽ പ്രിന്ററുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ പ്രിന്ററുകളെ ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. അതിന്റെ ഫീച്ചേഴ്സ് അല്ലെ, അതേപോലെ തന്നെ ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, അതേപോലെ എന്തൊക്കെയാണ് പ്രിന്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ്. അതായത് ഇങ്ക് പൗഡർ ആണ് എവിടെ യൂസ് ചെയ്യുന്നത്, ലേസർ പ്രിന്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. പൗഡർ, ഒരു പ്രത്യേകതരം കറുത്ത പൗഡറാണ് ലേസർ പ്രിന്ററിനകത്ത്, അത് ചൂടാക്കി പിടിപ്പിക്കുകയാണ് ലേസർ പ്രിന്ററിൽ ചെയ്യുന്നത്. എങ്ങനെ ഇങ്ക്ജെറ്റ് പ്രിന്ററിനകത്ത് എന്താ ചെയ്യുന്നത്,
ലിക്വിഡ് ഇങ്കാണ്, ഒരു ഇങ്കാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഇങ്കാണ്. എന്നാൽ തെർമൽ പ്രിന്റിനകത്ത് എന്താണ്, തെർമൽ പ്രിന്റർ എന്ന് പറഞ്ഞൊരു പ്രിന്റർ ഉണ്ട്. അതിനകത്ത് ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ്. തെർമൽ പ്രിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, നമ്മുടെ ഈ KSRTCയിലൊക്കെ ടിക്കറ്റ് പോട്ടെ, KSRTC മാത്രമല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ ടിക്കറ്റ് അടിച്ച് തരുന്ന ഒരു പ്രത്യേക പേപ്പറാണ് ആ യൂസ് ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പേപ്പറിനകത്ത് ഇരിക്കുന്ന സാധനം മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കുറച്ച് നാളെ പേപ്പർ ആ ബില്ല് വീട്ടിലിട്ടേക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും കാണത്തില്ല. അതൊരു വെള്ള പേപ്പർ പോലെ ഇരിക്കും. കാര്യം അത് തെർമൽ പ്രിന്റർ വഴി ആ ഒരു പേപ്പറിനകത്ത് ചൂടാക്കി ആ ഒരു അക്ഷരം വരുന്ന ഒരു രീതി ആയതുകൊണ്ടാണ്. അപ്പം എന്താണ് ലേസർ പ്രിന്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ലേസർ പ്രിന്റർ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ്, ഹൗ ഇറ്റ്സ് പ്രിന്റ്, എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്ന? ഇറ്റ് ഫ്യൂസസ് ദ പൗഡർ ഓൺ ദ പേപ്പർ ത്രൂ ഹീറ്റിംഗ്. അല്ല, അതായത് പൗഡറിനെ, ഒരു കറുത്ത പൗഡറിനെ ഇങ്ക് എന്ന് പറയാൻ പറ്റുന്നത് ലിക്വിഡ് അല്ല, ഒരു പൗഡറാണ്. അതിനെ ഹീറ്റ് ചെയ്ത് പേപ്പർ പിടിപ്പിക്കുകയാണ് ലേസർ പ്രിന്റ് ചെയ്യുന്നത്. ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് സ്പ്രേസ് ലിക്വിഡ് ഇങ്ക് ഓൺ പേപ്പർ ത്രൂ മൈക്രോസ്കോപ്പിക് നോസിൽസ്. ഉണ്ടോ, അതായത് വളരെ മൈക്രോസ്കോപ്പിക് ആയ നോസിൽ, വളരെ ചെറിയ സുഷിരത്തിലൂടെ എന്താ ചെയ്യുന്നത്? ഇങ്കിനെ സ്പ്രേ ചെയ്ത് പിടിപ്പിക്കുകയാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ ചെയ്യുന്നത്. എന്നാൽ തെർമൽ പ്രിന്റർ ചെയ്യുന്നത് എന്താണ്? തെർമൽ പ്രിന്റർ ഈസ് പാസ്ഡ് ഓവർ ദ തെർമൽ പ്രിന്റ് ഹെഡ്. അതായത് ഒരു പേപ്പർ, ഒരു പ്രത്യേകതരം പേപ്പർ ഉണ്ട്, തെർമൽ പേപ്പർ എന്താണ്, ഇതിലൂടെ കടത്തി വിടുമ്പോൾ ആ പേപ്പറിനകത്ത് എന്താണ്, പേപ്പർ ഒരു പ്രത്യേക ചൂടാക്കി അതിനകത്ത് അക്ഷരങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു രീതിയാണ് തെർമൽ പ്രിന്റർ എന്ന് പറയുന്നത്. ഡോട്ട് മെട്രിക് പ്രിന്റർ എന്താണ് ചെയ്യുന്നത്? പിൻസ് ആർ പുഷ്ഡ് അഗെയിൻസ്റ്റ് റിബൺ. ഡോട്ട് മെട്രിക് പ്രിന്റർ എന്താണ് ഡോട്ട് മെട്രിക് പ്രിന്റർ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, പിന്നുകൾ എന്താണ്, പുഷ്ഡ് അഗെയിൻസ്റ്റ് റിബൺ ഓൺ പേപ്പർ. കണ്ടോ, റിബണിൽ പോയി ആ പിന്നുകൾ അടിച്ചിട്ട് ആ റിബൺ പോയി പേപ്പറിൽ അടിച്ചടിച്ച് പതിപ്പിച്ചു വരുന്ന രീതിയാണ് എന്ന് വെച്ചാൽ ഡോട്ട് മെട്രിക് പ്രിന്റർ വർക്കിംഗ് രീതി. ഇനി മൂന്നാമത്തെ പോയിന്റ്, പ്രിന്റിംഗ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 20 പേജ് ഒരു ലേസർ പ്രിന്റർ 1 മിനിറ്റ് ചെയ്യുമ്പോൾ ഇങ്ക്ജെറ്റ് പ്രിന്റർ 6 പേജും, എന്നാൽ തെർമൽ പ്രിന്റർ 150 mm per second. മില്ലിമീറ്റർ ആണ്, പേജസ് അല്ല, മില്ലിമീറ്റർ. അവർ ഇത്ര മില്ലിമീറ്റർ വെച്ചാണ് പറയുന്നത്, ആ കണക്ക് പറയുന്നത്. 150 മില്ലിമീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡ് 150 മില്ലിമീറ്റർ വരെ പ്രിന്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഡോട്ട് മെട്രിക് പ്രിന്റ് അതിൽ കുറവാണ്, 30 തൊട്ട് 550 ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്. അല്ലെ, ലെറ്ററുകളുടെ എണ്ണമാണ്. ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ലെറ്റർ, ആ ലെറ്ററുകളുടെ എണ്ണം വെച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, 30 തൊട്ട് 550 വരെ. ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ള, പ്രിന്റിംഗ് ക്വാളിറ്റി ഈസ് ഗുഡ്, ബെസ്റ്റ് ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിനകത്ത് ലേസർ പ്രിന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിന്റിംഗ് ക്വാളിറ്റി വളരെ കൂടുതലാണ്. ക്വാളിറ്റിയെ കുറിച്ച്, ക്വാളിറ്റി എന്താ, 1, 2, 3, 4ാമത്തെ പോയിന്റ് നോക്കുക. ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്താണ്, പ്രിന്റിംഗ് ക്വാളിറ്റി ഗുഡ് ആണ്, ബെസ്റ്റ് ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാര്യത്തിലാണ് ലേസർ പ്രിന്റർ ഓക്കെ. പക്ഷേ ഇങ്ക്ജെറ്റ് എന്താണ്, പ്രിന്റ് ക്വാളിറ്റി ഈസ് ഗുഡ് എസ്പെഷ്യലി ഫോർ സ്മോൾ പേപ്പർ. അതേപോലെ കളറൊക്കെ പ്രിന്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലത് ഏതാണ്, ഇങ്ക്ജെറ്റ് പ്രിന്റർ തന്നെയാണ്. തെർമൽ പ്രിന്റർ എന്താണ്, പുവർ ക്വാളിറ്റി ഇമേജ് പ്രിന്റ് ചെയ്യുന്ന കാര്യത്തിൽ ക്വാളിറ്റി കുറവാണ്, പക്ഷേ ഗുഡ് ക്വാളിറ്റി ടെക്സ്റ്റ് പ്രിന്റിംഗ്, അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യാൻ നല്ലതാണ് തെർമൽ പ്രിന്റർ. ഡോട്ട് മെട്രിക് പ്രിന്റർ എന്താണ്, പുവർ പ്രിന്റിംഗ് ക്വാളിറ്റി ഫോർ ഇമേജസ് പ്രിന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായ രീതി. അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാത്ത രീതിയിലുള്ള ഇമേജുകളൊക്കെ ആയിരിക്കും പ്രിന്റ് ചെയ്ത് തരുന്നത്. അത്രയ്ക്ക് കൂട്ടത്തിൽ ഏറ്റവും മോശമായിട്ട് ഇമേജ് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രിന്ററാണ് ഡോട്ട് മെട്രിക് പ്രിന്റർ എന്ന് വേണമെങ്കിൽ പറയാം. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ പറയുകയാണെങ്കിൽ എന്താണ്, അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലേസർ പ്രിന്റ് എന്താണ്, വളരെ സൗണ്ട് കുറവ്, ക്വയറ്റ് ആണ്. അതേപോലെ പ്രിന്റ്സ് ഫാസ്റ്റ്, വളരെ ഫാസ്റ്റ് പ്രിന്റ് ചെയ്യും. ഹൈ പ്രിന്റ് ക്വാളിറ്റി വളരെ ഹൈ ആണ്. ഇങ്ക്ജെറ്റിന്റെ അഡ്വാൻറ്റേജ് എന്താണ് പറഞ്ഞത്, വളരെ ഇങ്ക്ജെറ്റും സൗണ്ട് ഒന്നുമില്ല, ഹൈ പ്രിന്റ് ക്വാളിറ്റിയാണ്. അതേപോലെ ചൂടാവത്തില്ല, ഇത് ഹീറ്റ് ആവത്തില്ല, എന്താണ്, ഡിവൈസിന് വിലക്കുറവാണ്. തെർമൽ പ്രിന്റർ ആണെങ്കിൽ എന്താണ്, അതും സൗണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല, ഫാസ്റ്റ് ആണ്. അതേപോലെ സ്മോളർ ആണ്, വളരെ ചെറുതല്ലേ, കണ്ടിട്ടില്ലേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പ്രിന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെറിയ പ്രിന്റർ. പോട്ടെ, KSRTC കണ്ടക്ടർമാർക്ക് കയ്യിലിരിക്കുന്ന പ്രിന്റർ കണ്ടിട്ടില്ലേ, അത് വളരെ സ്മോൾ ആണ് അല്ലെ. അതിന്റെ പവറൊക്കെ വളരെ കുറച്ച് മതി, ബാറ്ററി ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കും. അതെ, ഡോട്ട് മെട്രിക് പ്രിന്ററിനെ കുറിച്ചാണ്, ചീപ്പ് ടു പ്രിന്റ് ആസ് റിബൺ ഈസ് ചീപ്പ്. അതേപോലെ കാർബൺ കോപ്പി പോസിബിൾ. അതായത് റിബണിന്റെ വിലയാണ്, റിബണിന്റെ വില കുറവാണെങ്കിൽ ഇത്രയും ചീപ്പായിട്ട്, ഇത്രയും വില കുറഞ്ഞ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രിന്റർ ഇല്ല. അതേപോലെ കാർബൺ കോപ്പി എടുക്കാൻ പറ്റും. കാര്യം ഇതിങ്ങനെ അടിച്ചടിച്ചല്ലേ പതിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഇടയിൽ ഒരു കാർബൺ ഷീറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, 2 പേപ്പറിലൊക്കെ. അതുകൊണ്ടാണ് ഈ ഷോപ്പുകളിലൊക്കെ, തുണിക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സമയത്തിന് 2 ബില്ലൊക്കെ അടിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്, അതിന്റെ ഇടയിൽ കാർബൺ കോപ്പി വരുന്ന രീതിയിലല്ലേ. അപ്പം കാർബൺ കോപ്പി ബാക്കിയുള്ളവരൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാര്യം ബാക്കിയുള്ള ഒരു പ്രിന്റർ ഡയറക്റ്റ് പോയി ഇങ്ങനെ അടിച്ച് പതിപ്പിക്കുന്നില്ല, അപ്പൊ കാർബൺ കോപ്പി പറ്റത്തില്ല. അപ്പൊ എന്താ, 2 പ്രിന്റ് എടുക്കേണ്ടി വരും. ഇവിടെ ഒറ്റ പ്രിന്റിൽ തന്നെ എന്താണ്, 1ൽ കൂടുതൽ പേപ്പറുകളിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണ്, കാർബൺ കോപ്പി എടുക്കാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഡോട്ട് മെട്രിക് പ്രിന്ററിന്റെ. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എന്താണ്, മോർ സസ്പെക്റ്റബിൾ ടു പേപ്പർ ജാം. അത് ശരിയാണ്, ലേസർ പ്രിന്ററിന് അത് പേപ്പർ ജാം ആവാൻ, പേപ്പർ കയറി കുരുങ്ങാനുള്ള സാധ്യതകളും, അല്ലെങ്കിൽ ടോണർ, ഇതിനകത്തിരുന്ന ടോണർ, ഇങ്ക് അല്ലെങ്കിൽ പൊടി, അത് കുറച്ച് എക്സ്പെൻസീവ് ഒക്കെയാണ്. ഇങ്ക്ജെറ്റ് പ്രിന്ററിനെ കുറിച്ച് പറയുമ്പോഴും ഇങ്ക് എക്സ്പെൻസീവ് ആണ്. അതേപോലെ വാട്ടർ പ്രൂഫ് ആണ്, നോസ്ലിസ് വോണ്ട് ടു. അതായത് ഇതിന്റെ ഈ സുഷിരങ്ങളുണ്ടല്ലോ, സുഷിരങ്ങളിലൂടെയാണല്ലോ ഇങ്കിനെ ഇങ്ങനെ ജെറ്റ് ചെയ്യിക്കുന്നത്, അത് അടഞ്ഞു പോകാനും അത് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. തെർമൽ പ്രിന്റ് എന്താണ്, റിക്വയർഡ് സ്പെഷ്യൽ തെർമൽ ക്വാളിറ്റി പേപ്പർ, പുവർ ക്വാളിറ്റി പ്രിന്റിംഗ്. മനസ്സിലാകുന്നുണ്ടോ, പ്രത്യേക ടൈപ്പ് പേപ്പറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രിന്ററിൽ നിന്ന് പ്രിന്റ് എടുക്കാൻ പറ്റൂ. ഡോട്ട് മെട്രിക് പ്രിന്റ് എന്താണ്, ഇനിഷ്യൽ പർച്ചേസ്, ആദ്യം ഇതിന് ഭയങ്കര ചിലവ്, അത് മേടിക്കാന്ന് പറഞ്ഞാൽ സാധാരണ പ്രിന്ററിനേക്കാൾ നല്ല വിലയാവുന്ന ഒരു സാധനമാണ് ഡോട്ട് മെട്രിക് പ്രിന്റർ.
മെയിൻ്റനൻസും വളരെ പാടാണ്. എന്നാൽ പ്രിന്റിംഗ് ഈസ് നോട്ട് ഫാസ്റ്റ്, ഇറ്റ് മേക്സ് നോയ്സ്. പ്രിന്റിംഗ് അത്ര എളുപ്പമൊന്നുമില്ല. കുറേ നേരം കണ്ടത്തില്ല കട്ട ഇങ്ങനെ അടിച്ച് പതിപ്പിച്ച് വരുന്ന കുറേ സമയം എടുക്കും. അതെന്താണ്, സൗണ്ടും വളരെ വലുതാണ് അല്ലേ. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കടകളിൽ തുണിക്കടലിലൊക്കെ കിറന്നൊക്കെ സൗണ്ടൊക്കെ കേൾക്കാറില്ലേ. അപ്പോൾ ഇതാണ് ഡോട്ട് മെട്രിക് പ്രിന്റർ ആണെന്ന് മനസ്സിലാക്കിക്കോളൂ. അടുത്തൊരു ഡിവൈസ് ആണ് പ്ലോട്ടർ. കണ്ടോ, ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന ഇതേപോലെ ഇരിക്കും അല്ലെ. അപ്പോൾ പ്ലോട്ടേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഓഫ് ഗ്രാഫ്സ് ഡിസൈൻസ് ഓൺ ദ പേപ്പർ. എ പ്ലോട്ടർ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ടു പ്രിന്റ് ലാർജ് ഫോർമാറ്റ് ഗ്രാഫ്സ് ഓർ മാപ്സ് സച്ച് ആസ് കൺസ്ട്രക്ഷൻ മാപ്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആൻഡ് ബിഗ് പോസ്റ്റേഴ്സ്. കണ്ടോ, അപ്പോൾ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നതിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ വലിയ പോസ്റ്ററുകൾ, വലിയ ചാർട്ട് പേപ്പറിലും അല്ലെങ്കിൽ വലിയ വലിയ പേപ്പറുകളിൽ പ്രിന്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഏത്, പ്ലോട്ടർ എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആയിക്കോട്ടെ, ഇമേജുകളായിക്കോട്ടെ, പോസ്റ്ററുകളായിക്കോട്ടെ, അതൊക്കെ ഡിസൈൻ ചെയ്യാൻ, അതൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇത് പ്ലോട്ടർ. പ്ലോട്ടർ രണ്ട് പടം കാണുന്നുണ്ട് അല്ലെ. രണ്ട് ടൈപ്പ് പ്ലോട്ടറുകളാണുള്ളത്. ഒന്ന് എന്താണ്, ഡ്രം പ്ലോട്ടർ. അത് മുകളിൽ കാണുന്ന പടമാണ് ഡ്രം. ഇങ്ങനെ ഉരുണ്ട് പേപ്പർ ഇങ്ങനെ ചുറ്റി അങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയി പ്രിന്റ് ചെയ്യുന്നതാണ് ഡ്രം. ഫ്ലാറ്റ് ബെഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ, ഒരു വിരിച്ചു വെച്ചിട്ട് പേപ്പർ വിരിച്ചു, അതാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് അല്ലെ. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയും. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയുന്നത് എന്താണ്, പേപ്പർ വിരിച്ചു വെച്ചിരിക്കുകയാണ്, അതിന്റെ മുകളിലൂടെ ഹെഡ് പ്രിന്റ് ചെയ്യേണ്ട ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്ന രീതിയാണ് ഇതിനകത്ത് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറിനകത്ത് നടക്കുന്നത്. രണ്ട് ടൈപ്പ് പ്ലോട്ടറുകളാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് 3D 3D പ്രിന്റർ ഇപ്പോഴിപ്പം അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്, മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ 3D ഇമേജ് 3D ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും. യൂട്യൂബിലൊക്കെ ഇത് കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പേന നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. അതായത് അതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് കൊടുക്കുന്ന മഷിയൊന്നുമല്ല, ഫൈബർ നൂലുകളാണ് കൊടുക്കുന്നത്. ഫൈബർ നൂല് ഒരുക്കി പ്രത്യേക രീതിയിലാണ് അത് ഷേപ്പാക്കിയാണ് എടുക്കുന്നത്. നമുക്കൊരു പേന അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ്, സ്പെയർ പാർട്സുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള മെറ്റീരിയൽസ്, പല മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം എടുക്കും. അപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ടൊന്നും അല്ല, ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫൈബർ നൂലുകളും അങ്ങനെയുള്ള ഇതിനകത്തേക്ക് കൊടുക്കുന്ന മഷിയൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ ചിന്തിക്കാം, നമ്മൾ മറ്റേ പ്രിന്റർ പോലെ ചിന്തിക്കാതിരിക്കാൻ. കാണുന്നത് ഒരു ബോൾ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇതൊക്കെ നമുക്കിങ്ങനെ ടോയ്സുകളൊക്കെ പ്രിന്റ് ചെയ്യാം. കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ പ്രിന്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3D. ഇതൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ ഇനി ഭാവിയിൽ എന്താ സുഖമല്ലേ, കുട്ടികൾക്ക് ഒരു ടോയ് വേണമെങ്കിൽ ഒരെണ്ണം ഡിസൈൻ ചെയ്യുക, പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ടോയ് കിട്ടും അല്ലെ. എന്തെങ്കിലും പോയി ഇപ്പോഴത് അവൈലബിൾ ആണ്, പക്ഷെ വില കൂടുതലൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനാണ് 3D പ്രിന്ററുകൾ എന്ന് പറയുന്നത്. ഇതിനാണ് 3D പ്രിന്ററുകൾ. അത് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്. നമുക്കറിയാം, സ്പീക്കർ, ഓഡിയോ സൗണ്ട് പുറത്തേക്ക് ഒരു കമ്പ്യൂട്ടർ നൽകുന്നത് എന്തിലൂടെയാണ്, സ്പീക്കറിലൂടെയാണ്. ഒരു സൗണ്ട് അകത്തേക്ക് കൊടുക്കുന്ന എന്തിലൂടെയാണ്, മൈക്രോഫോണിലൂടെയാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ സൗണ്ട് പുറത്തേക്ക് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത് അല്ലേ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് തന്നെയാണ്, സ്പീക്കറാണ്. ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, സ്പീക്കറാണ്. ഇത് ഓഡിയോ പോർട്ടിനകത്താണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്ത്. നമുക്ക് പോർട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് അല്ലെ, മുന്നിലത്തെ വീഡിയോസ് ഒക്കെ കാണുമെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. ഓഡിയോ പോർട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളാണ് ഓഡിയോ ഡിവൈസുകൾ, ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ് ചെയ്യുന്നത്, ഓഡിയോ ഔട്ട്പുട്ട് പുറത്തേക്ക് നൽകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനകത്ത് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നു. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞാണ്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. കാര്യം നമുക്ക് ഈ ചാപ്റ്റർ തീർക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യുന്നില്ല. ഇൻഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിന്റെ പുറമെയുള്ള കാര്യങ്ങൾ മാത്രം, അതിന്റെ പേരുകൾ മാത്രമൊക്കെ അറിഞ്ഞു പോയാൽ മതി. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് പറയണമെങ്കിൽ അപ്പം ഞാനത് ഡിസ്കസ് ചെയ്ത് കൂടുതലായിട്ട് ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പം അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടെലഗ്രാം ചാനൽ ഇതിൻ്റെ താഴെയുണ്ട്, അതിൻ്റെ ലിങ്കിൻ്റെ താഴെയുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ ടെലഗ്രാമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം ടെലഗ്രാം ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഉണ്ടാവണമെങ്കിൽ മാത്രമേ ജോയിൻ ആവാൻ പറ്റൂ. അതിന് ടെലഗ്രാം ആപ്പ് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ടെലഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ +1 കൊമേഴ്സുകാർ മാത്രമേ ഈ താഴെ കാണുന്ന ലിങ്കിലൂടെ കയറി വരാവുള്ളൂ. +1 കൊമേഴ്സുകാരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അല്ലെങ്കിൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒക്കെ ആയിരിക്കും നമ്മൾ ആ ചാനലിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും പഠിക്കുക. അപ്പം എല്ലാവരും അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ കൂടെ പഠിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ആവശ്യക്കാരൊക്കെയുണ്ടോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ഇത് തീർന്നില്ല, ഇത് കുറേ ഉണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഉടനെ തന്നെ കാണാം. അടുത്ത ക്ലാസ് കാണുന്നവരെ ബൈ.